ഷാരിഖ്, ഇപ്പോൾ ആരോഗ്യമന്ത്രി വന്നിരുന്നു. അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തി മാധ്യമങ്ങളോട് കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണ്? അനൂപ്, അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്ന പോലെ 10 പേരാണ് ICUവിൽ ചികിത്സയിൽ തുടരുന്നത്. ഇതിൽ 5 പേരുടെ നില അതീവ ഗുരുതരം തന്നെയാണ് എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജും പറയുന്നത്. അതിൽ 2 പേർ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്നു. നമ്മൾ നേരത്തെ ഇത് റിപ്പോർട്ട് ചെയ്തതാണ്. അത്തരത്തിൽ 5 പേരുടെ നില അതീവ ഗുരുതരമാണ്. 2 പേർ വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുന്നു എന്നാണ് ആരോഗ്യമന്ത്രി അല്പം മുൻപ് പറഞ്ഞത്. അതുപോലെ തന്നെ കോഴിക്കോട്, തിരുവനന്തപുരം, ആലപ്പുഴ എന്നീ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘം, അതായത് ഈ പ്ലാസ്റ്റിക് സർജൻ ഉൾപ്പെടെ പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്ന വിദഗ്ധ സംഘം ഉൾപ്പെടെ എല്ലാ വിധത്തിലുള്ള ഡോക്ടർമാരും ഇന്ന് അതായത് ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരുമെന്നാണ് പറയുന്നത്. കൂടുതൽ സംഘം ഇപ്പോൾ തന്നെ പുറപ്പെട്ടിട്ടുണ്ട് മറ്റു മെഡിക്കൽ കോളേജുകളിൽ നിന്ന്. ഇവർ ഉടനെ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരും. എല്ലാ വിധത്തിലും, അതായത് ഒരു പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഒരു രോഗിക്ക് 3 ഡോക്ടർമാരെന്ന നിലയിലാണ് ഇപ്പോൾ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ കൂടുതൽ ആരോഗ്യ പ്രവർത്തകരുടെ, അത്തരത്തിൽ കൂടുതൽ ഡോക്ടർമാരുടെ സേവനം ആവശ്യമായി വരുന്നുണ്ട്. അത്തരത്തിൽ കൂടുതൽ സംഘം ഈ മറ്റു മെഡിക്കൽ കോളേജിൽ നിന്ന്, സംസ്ഥാനത്തെ മറ്റു മെഡിക്കൽ കോളേജിൽ നിന്നുള്ള കൂടുതൽ വിദഗ്ധർ അടങ്ങിയ ഡോക്ടർമാരുടെ സംഘം ഇന്ന് രാത്രിയോടുകൂടി ഈ മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരുമെന്ന്, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരുമെന്ന് പറയുന്നു ആരോഗ്യമന്ത്രി. അതേപോലെ എല്ലാവിധ ചികിത്സാ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതിനായി നോഡൽ ഓഫീസറെയും മറ്റും നിയമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കളക്ടറേറ്റിൻ്റെ, അതായത് സബ് കളക്ടറിൻ്റെ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് മരിച്ചവരുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ പരിക്കേറ്റവരുടെ ബന്ധുക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ ഇവരുമായി ബന്ധപ്പെടാൻ, അതായത് ഇവർ പലരും ഇപ്പോഴും കുടുംബാംഗങ്ങൾ, ഈ മരിച്ചവരുടെയോ അല്ലെങ്കിൽ പരിക്കേറ്റവരുടെ കുടുംബാംഗങ്ങളൊന്നും ആശുപത്രിയിൽ എത്തിച്ചേർന്നിട്ടില്ല. ഇതുവരെയായി ആശുപത്രികളിലേക്ക് അത്തരത്തിൽ എമർജൻസി നമ്പറുകളിലേക്കും, അതായത് കൺട്രോൾ റൂം തുറന്നിരുന്നു, ആ കൺട്രോൾ റൂമിലേക്കും ഇത്തരത്തിൽ കോളുകളൊന്നും വന്നിട്ടില്ല എന്ന് മന്ത്രി പറയുന്നു. അത്തരത്തിൽ ഇനി നാളെ വരാൻ സാധ്യതയുണ്ടെന്ന് മന്ത്രി കൂട്ടിച്ചേർക്കുന്നുണ്ട്. അത്തരത്തിൽ ഇന്നെന്തായാലും ഇത്തരത്തിൽ കോളുകളൊന്നും ഈ മരിച്ചവരെ തേടിയോ അല്ലെങ്കിൽ പരിക്കേറ്റവരുടെ തേടിയോ കുടുംബാംഗങ്ങളോ ബന്ധുക്കളുടെ കോളുകളൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ നാളെ ഇതുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നു. എന്തായാലും അതായത് തിരിച്ചറിഞ്ഞ 8 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയവരുടെ പോസ്റ്റ്മോർട്ടവും നടത്തും. അതിന് വയനാട് ദുരന്ത മാതൃകയിൽ തന്നെ ഒരു മാനദണ്ഡം രൂപീകരിച്ചിട്ടുണ്ട്. അത്തരത്തിൽ അവരുടെയും പോസ്റ്റ്മോർട്ടം നടത്തും എന്ന് തന്നെയാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ വലിയ സജ്ജീകരണങ്ങൾ, അതായത് പരിക്കേറ്റവർക്ക് ചികിത്സ നൽകാനുള്ള വലിയ സജ്ജീകരണങ്ങൾ ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിലവിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. എന്തായാലും വിദഗ്ധ ഡോക്ടർമാർ അടങ്ങിയ ഒരു സംഘം തന്നെ പരിക്കേറ്റവർക്ക് ഡോക്ടർമാരുടെ സംഘം എന്തായാലും ഉടൻ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തും. എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് ആരോഗ്യമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും അവിടെ ഉണ്ട്. എല്ലാ സംവിധാനങ്ങളും അവിടെ ശക്തമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.